ബംഗളൂരു സ്വദേശി സൂരജ് ലാമയുടെ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചതായി സർക്കാർ ഹൈക്കോടതിയിൽ. എറണാകുളം റേഞ്ച് ഡിഐജി അന്വേഷിക്കും. 3 ആഴ്ചയ്ക്കകം ആദ്യ അന്വേഷണ റിപ്പോർട്ട് നൽകുമെന്നും കോടതി നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി രേഷ്മ ബാബുവാണ് ചേരുന്നത്. രേഷ്മ, പറയൂ. ബംഗളൂരു സ്വദേശി സൂരജ് ലാമയുടെ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചതായി സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. എറണാകുളം റേഞ്ച് ഡിഐജി ഈ കേസ് അന്വേഷിക്കും. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, പറയൂ വിശദാംശം. എറണാകുളം റേഞ്ച് ഡിഐജിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുകയാണ്. സൂരജ് ലാമയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷിക്കാനായിട്ട്. എന്തൊക്കെ വീഴ്ചകളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഈ പ്രത്യേക സംഘം അന്വേഷിക്കുക. മാത്രമല്ല, സൂരജ് ലാമ ഇന്ത്യയിൽ എത്തിയത് മുതൽ ഈ മരണം വരെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം ഉണ്ടാകും. എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം വ്യക്തമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം ഉൾപ്പെടെയുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്ന് നേരത്തെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. 3 ആഴ്ചയ്ക്കുള്ളിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശവും ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആവർത്തിച്ചിട്ടുണ്ട്. നേരത്തെ സൂരജ് ലാമയുടെ മകനായിട്ടുള്ള സന്തൻ ലാമ ഹൈക്കോടതിയിൽ ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയിരുന്നു. ആ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഈ പ്രത്യേക സംഘത്തെ രൂപീകരിക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അന്ന് ഹൈക്കോടതി വലിയ രീതിയിൽ പോലീസിന്റെ വീഴ്ചകളെ കുറിച്ച് വിമർശനമൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. അതായത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഉണ്ടായത്. കാരണം ഈ കളമശ്ശേരി HMD ഭാഗത്ത് വെച്ചാണ് സൂരജ് ലാമയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. വിജനമായിട്ടുള്ള ഒരു പ്രദേശം പരിശോധിക്കാതെ ഇട്ടിരിക്കുന്നത് ഈ പോലീസ് സംവിധാനങ്ങളുടെ വീഴ്ചയാണെന്നായിരുന്നു ഹൈക്കോടതിയുടെ വിലയിരുത്തലും കണ്ടെത്തലും. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത്, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ ഈ പ്രത്യേക സംഘം അന്വേഷിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ 3 ആഴ്ചയ്ക്കുള്ളിൽ ഈ പ്രത്യേക സംഘം അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും വേണം. ഗൗതം. ഓക്കെ രേഷ്മ, സൂരജ് ലാമയുമായി ബന്ധപ്പെട്ട കേസ് ഡിഐജിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കും. 3 ആഴ്ചയ്ക്കകം ആദ്യ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. രേഷ്മ ബാബുവാണ് വിവരങ്ങളുമായി ചേർന്നത്.